വിൻഡോസ് ചാപ്റ്റർ 1. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ പ്രോസസിംഗ് മെഷീൻ ആണ്. കമ്പ്യൂട്ടറിന്റെ ഘടകഭാഗങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാവണമെങ്കിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് സ്പർശിക്കുവാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഘടകഭാഗങ്ങളെയാണ്. കീബോർഡ്, മൗസ് തുടങ്ങിയ ഇൻപുട്ട് ഡിവൈസിലൂടെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിനായി കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു. മോണിറ്റർ, പ്രിന്റർ തുടങ്ങിയ ഔട്ട്പുട്ട് ഡിവൈസിലൂടെ പ്രോസസ് ചെയ്ത ഡാറ്റ നമുക്ക് ലഭിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ യഥാർത്ഥ ഫംഗ്ഷനായ ഡാറ്റ പ്രോസസിംഗ് നടക്കുന്നത് CPUവിലാണ്. പ്രധാനമായും ഒരു കമ്പ്യൂട്ടറിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്നത് CPUവിന്റെ ഉള്ളിൽ അസംബിൾ ചെയ്തിരിക്കുന്ന ഘടകഭാഗങ്ങളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചാണ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുൻപ് CPUവിലേക്കും മോണിറ്ററിലേക്കുമുള്ള ഡാറ്റ ആൻഡ് പവർ കേബിളുകൾ എങ്ങനെയാണ് പ്രോപ്പറായി നൽകുന്നത് എന്ന് യൂസർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ കമ്പ്യൂട്ടറിലേക്ക് പവർ നൽകുന്നത് ഒരു സ്റ്റാൻഡേർഡ് UPSലൂടെയാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവർ ബ്രേക്ക് ആവുകയാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ നഷ്ടപ്പെടുക മാത്രമല്ല, കമ്പ്യൂട്ടറിന് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് CPUവിലേക്കും മോണിറ്ററിലേക്കുമുള്ള ഡാറ്റ ആൻഡ് പവർ കേബിളുകൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. CPUവിൽ നിന്ന് മോണിറ്ററിലേക്കുള്ള ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുന്നത് CPUവിന്റെ ബാക്കിലുള്ള ഈ പോർട്ടിലാണ്. 15-പിൻ ഫീമെയിൽ പോർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് 15-പിൻ മെയിൽ കണക്ടർ ആണ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ വീതി കൂടിയ ഭാഗത്ത് വീതി കൂടിയ ഈ സൈഡ് ഇൻസേർട്ട് ചെയ്യത്തക്ക രീതിയിൽ വേണം കണക്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ പിന്നുകൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മൗസ് കണക്ട് ചെയ്യുന്നത് ഈ കാണുന്ന PS2 പോർട്ടിലാണ്. കീബോർഡ് കണക്ട് ചെയ്യുന്നത് മറ്റൊരു PS2 പോർട്ടിലാണ്. പ്ലഗിനും പോർട്ടിനും ഒരേ കളർ കൊടുത്തിരിക്കുന്നതിനാൽ കീബോർഡിന്റെയും മൗസിന്റെയും പോർട്ടുകൾ മാറിപ്പോകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കാണുന്ന പോർട്ടിനെ USB പോർട്ട് എന്നാണ് പറയുന്നത്. പ്രിന്ററുകൾ, ഡിജിറ്റൽ ക്യാമറ, USB ഡ്രൈവ്, USB ഹാർഡ് ഡിസ്ക്, USB മൗസ് മുതലായവ നമുക്ക് USB പോർട്ടിൽ കണക്ട് ചെയ്യുവാൻ സാധിക്കും. പോർട്ടിലേക്ക് പ്ലഗ് ഒരു സൈഡിലേക്ക് മാത്രമേ ഇൻസേർട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വശം മനസ്സിലാക്കി ഇൻസേർട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പീക്കറിലേക്കും ഹെഡ്ഫോണിലേക്കുമുള്ള കേബിളുകൾ കണക്ട് ചെയ്യേണ്ട പോർട്ടാണ് ഈ കാണുന്നത്. പ്ലഗിന് കണക്ട് ചെയ്യേണ്ട പോർട്ടിന്റെ അതേ കളർ കൊടുത്തിരിക്കുന്നതിനാൽ പോർട്ട് മാറിപ്പോകാതെ കണക്ട് ചെയ്യുവാൻ സാധിക്കും. ഈ കാണുന്ന പോർട്ടിനെ സീരിയൽ പോർട്ട് എന്നാണ് പറയുന്നത്. സീരിയൽ പോർട്ടിൽ കണക്ട് ചെയ്യുവാൻ സാധിക്കുന്ന പല ഉപകരണങ്ങളും ഇവിടെ കണക്ട് ചെയ്യാം. ഇവിടെ കാണുന്നത് പാരലൽ പോർട്ട് എന്ന് പറയുന്ന ഒരു കണക്ടർ ആണ്. ചില ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ കണക്ട് ചെയ്യുവാനാണ് പാരലൽ പോർട്ട് കൂടുതലായി ഉപയോഗിക്കുന്നത്. CPUവിൽ പവർ നൽകുന്നതിനായി പവർ കേബിൾ പ്രോപ്പറായി കണക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം CPUവിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യുക. അടുത്തതായി മോണിറ്ററിന് പവർ നൽകുന്നതിനായി മോണിറ്ററിന്റെ ബാക്കിലുള്ള പവർ കണക്ടറിലേക്ക് പവർ കേബിൾ പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യുക. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിനെ പ്രധാനമായി രണ്ടായി തിരിക്കാം: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. വിൻഡോസ് 98, 2000, XP മുതലായവ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. എഡോബ് ഫോട്ടോഷോപ്പ്, ഫ്ലാഷ്, കോറൽ ഡ്രോ, പേജ് മേക്കർ മുതലായവ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വിൻഡോസ് XP എന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിനെയാണ്. CPUവിന്റെയും മോണിറ്ററിന്റെയും കേബിളുകളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്ത് കമ്പ്യൂട്ടറിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത് കാണുവാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയ വിൻഡോസ് XP സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ബൂട്ട് ചെയ്ത് ഈ കാണുന്നത് പോലെയുള്ള ഒരു പിക്ചർ നിങ്ങളുടെ കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഡിസ്പ്ലേ ആകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ സ്ക്രീനിനെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പിനെ ഇനി നമുക്ക് അടുത്തു പരിചയപ്പെടാം. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്.
കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതിനായി വിവിധ നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രധാനമായും കീബോർഡിന്റെയും മൌസിന്റെയും സഹായത്തോടെയാണ്. മൌസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡെസ്ക്ടോപ്പിൽ ഒരു പോയിന്റർ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ പോയിന്ററിനെ കഴ്സർ എന്നാണ് വിളിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് മൌസിൽ ഒരു ലെഫ്റ്റ് ബട്ടണും ഒരു റൈറ്റ് ബട്ടണും ഒരു സെന്റർ ബട്ടണും ഉണ്ട്. മൌസിന്റെ സഹായത്തോടെയുള്ള കമാൻഡ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ബട്ടണുകൾ ക്ലിക്ക് ചെയ്താണ്. കൂടുതൽ കമാൻഡുകൾ മൌസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നൽകുന്നതിനാൽ ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് സിംഗിൾ ക്ലിക്ക് എന്ന് പറയുമ്പോൾ മൌസിന്റെ ലെഫ്റ്റ് ബട്ടണിന്റെ സിംഗിൾ ക്ലിക്കും ഡബിൾ ക്ലിക്ക് എന്ന് പറയുമ്പോൾ മൌസിന്റെ ലെഫ്റ്റ് ബട്ടന്റെ ഡബിൾ ക്ലിക്കുമാണ്. അതുപോലെ സെലക്ട് ചെയ്യുന്നത് കഴ്സർ സെലക്ട് ചെയ്യേണ്ട ഐക്കണിന്റെ മുകളിൽ കൊണ്ടുവന്ന ശേഷം മൌസിന്റെ ലെഫ്റ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്താണ്.